തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ UAE-യിൽ 2025 ജനുവരി 1 മുതലാണ് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാകുന്നത്. ഇൻഷുറൻസ് ചെലവ് തൊഴിലുടമ വഹിക്കണമെന്നാണ് നിയമം. അതേസമയം മയക്കുമരുന്ന് വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതുൾപ്പെടെ യുവാക്കളെ ലക്ഷ്യമിടുന്ന 1.6 ലക്ഷം ഓൺലൈൻ അക്കൌണ്ടുകൾ പൂട്ടിയതായി UAE അധികൃതർ അറിയിച്ചിട്ടുണ്ട്. UAE-യിൽ നിന്നുള്ള മറ്റൊരു വാർത്ത, മസ്ജിദ് ജീവനക്കാരുടെ ആനുകൂല്യം ഉയർത്താൻ UAE പ്രസിഡന്റ് ഉത്തരവിട്ടു എന്നുള്ളതാണ്. ഷാർജയിൽ കൂറ്റൻ ഡയറി ഫാം ഒരുങ്ങുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പശുക്കളെ ഡെൻമാർക്കിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. UAE-യിലെ വിവരങ്ങൾ നൽകാനായി MC നാസർ ദുബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. നാസർ, എന്തൊക്കെയാണ് ദുബൈയിൽ നിന്നുള്ള വിശേഷങ്ങളും വിവരങ്ങളും? അമൃതത്തിൽ ഏറ്റവും പ്രധാനം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് UAE മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്ന സുപ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്നത് ആരോഗ്യ ഇൻഷുറൻസ് UAE-യിൽ ഉടനീളം നിർബന്ധ സ്വഭാവത്തിൽ നടപ്പാക്കാനുള്ള ഒരു തീരുമാനമാണ് മന്ത്രിസഭ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാൻ സാധിക്കും, നേരത്തെ ദുബൈയിലും അബുദാബിയിലും മാത്രമായിരുന്നു നിർബന്ധിതമായ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിരുന്നത്. മറ്റ് എമിറേറ്റുകളിൽ ഇത് ആ അർത്ഥത്തിൽ നടപ്പാക്കിയിരുന്നില്ല. അതുകൂടിയാണ് ജനുവരി 1 മുതൽ പൂർണ്ണമായിട്ടും UAE-യിൽ ഉടനീളം ഈ നിർബന്ധ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കാൻ ഒരു തീരുമാനം കൈക്കൊണ്ടത്. അതിലേക്കുള്ള പ്രീമിയം അടക്കേണ്ട ഉത്തരവാദിത്തം പിന്നെ സ്വകാര്യ സ്ഥാപനങ്ങളുടേതായിരിക്കും എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ തൊഴിലുടമയാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ കൂടി വിശദീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പം കഴിഞ്ഞ വർഷം നടപ്പാക്കിയ മറ്റൊരു നിയമമാണ് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതി. കാരണം ഇതിലെ എല്ലാ ജീവനക്കാരും അതിൽ പങ്കുചേരണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ ഫെഡറൽ സർക്കാർ ജീവനക്കാരും അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാരും ഏതാണ്ട് 98-ലധികം 98.8% പേരും ഇതിനകം അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ നേട്ടമായി കൂടി മന്ത്രിസഭ വിലയിരുത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ തൊഴിൽ തർക്കങ്ങൾ വലിയ തോതിൽ തന്നെ കുറഞ്ഞു എന്ന ഒരു വിലയിരുത്തൽ കൂടി മന്ത്രിസഭാ യോഗം നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, അമൃത സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ യുവാക്കളെ വഴിതെറ്റിക്കുന്ന, അവരെ ഈ മയക്കുമരുന്നിലേക്കും മറ്റും പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള നിരവധി സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും മറ്റുമാണ് UAE പൂട്ടിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം അക്കൗണ്ടുകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയെന്ന ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം കൂടി UAE പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്നലെ വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇമാമുമാരുടെയും മുഅദ്ദിന്മാരുടെയും പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട അവരുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% കൂടി അവരുടെ മാസശമ്പളത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കണമെന്നൊരു തീരുമാനം UAE പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റമദാൻ മാസത്തിൽ ാണ് നടത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ഷാർജയിലെ ഡയറി ഫാമുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ നമുക്കറിയാൻ സാധിക്കും, ഗോതമ്പ് പാടം വലിയ തോതിൽ ഗോതമ്പ് വിളവെടുപ്പ് നടത്തി ലോകത്തുടനീളം ശ്രദ്ധിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ച എന്നതിലേക്കാണ് വലിയ തോതിലുള്ള ഡയറി ഫാം രൂപവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഡെൻമാർക്കിൽ നിന്നും വലിയ തോതിൽ ഈ പശുക്കളെ എത്തിച്ചിരിക്കുന്നത്. ഇനിയും കൂടുതൽ ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം കൂടി ഷാർജ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃത. ശരി, UAE-യിൽ നിന്നുള്ള വിവിധ വിവരങ്ങളുടെ വിശദാംശങ്ങളാണ് MC നാസർ പങ്കുവച്ചത്.